ഹായ് ഗെയ്സ് പറ, ഹായ് ഫ്രണ്ട്സ് പറ, ഹായ് ഫ്രണ്ട്സ് പറ. ആദീസ് വ്ലോഗിൻ പറ. പുതിയ വീഡിയോക്ക് കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ആദീസ് വ്ലോഗിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്നുവാണ്. നമ്മൾ എവിടെയാ പോണത്? അമ്മയെ കുത്തിവെക്കാൻ പോണം നമ്മൾ പറഞ്ഞെങ്കിലും അമ്മക്ക് യൂണിവേഴ്സിറ്റിയിൽ പോണം, കേരള യൂണിവേഴ്സിറ്റിയിൽ. ഞങ്ങളിപ്പോ എവിടെയാണ്? ചാത്തൂരാണ്. പറ, ഞങ്ങളിപ്പം ചാത്തന്നൂരാണ്. പറ അല്ലേ? അതെ അതെ. അനുവിനെ കാണാനൊക്കെ ശൂന്യതയാണോ എന്ന് ചോദിച്ചേ ഗെയ്സിന്റെ അടുക്ക്. ചോദ്യം എന്ത് വിഷമം? ഞങ്ങളെ ചിരി വൈറലാന്ന് പറ. വയറ് കാണിച്ചു കൊടുക്കുന്ന. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്, കുറച്ച് ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കീർത്തനയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകാനും എനിക്ക് ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു സെയിലിനും വേണ്ടി തിരുവനന്തപുരത്ത് പോകാനും, അപ്പം ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞങ്ങളിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പം ഞാനും അന്നവും കൂടെ ബാക്കിലാണ് ഇരിക്കുന്നത്, സാറാണ് വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോൾ കീർത്തന ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടത് കൊണ്ട്, രാവിലെ മീൻസ് ഒരു 9 മണിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ തട്ടി വിളിച്ചാണ് എണീപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടാണ് കേട്ടോ അവർക്ക് ഇത്ര ക്ഷീണം വരുന്നത്. അപ്പം ഞങ്ങൾ ബ്ലോക്ക് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ബൈപ്പാസിൽ മാത്രമാണ് കുറച്ച് സമയം ബ്ലോക്ക് ഇല്ലായിരുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച് 11:30 മണിയോട് കൂടിയാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് എത്തിയത്. അപ്പോൾ കീർത്തനയ്ക്ക് ഏകദേശം 10:30-11 വരണമായിരുന്നു. അപ്പോൾ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അതിൻ്റെ വെളിയിൽ ഇറങ്ങി അങ്ങ് കയറിപ്പോയി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരെ ഈ മ്യൂസിയം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വീഥിയിൽ വന്നു. അപ്പോൾ ഈ ഒരു റോഡ് നിങ്ങൾക്ക് പരിചിതമുണ്ടായിരിക്കും. അപ്പം ഇതാണ് മാനവീയം വീഥി. അപ്പം ഇവിടെ ഒരു സമയത്ത് ഒരുപാട് യുവജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഒരു വീഥിയാണ്. അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ രാത്രി സമയങ്ങളിലെ നല്ല പാട്ടും ഡാൻസും അതല്ല ഓരോ കലകളും ഡ്രോയിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ മാനവീയം വീഥി. ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ ഒരു ബ്രൈഡൽ ഷൂട്ട്, ഒരു ഫോട്ടോഷൂട്ടും ഒരു ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വന്ന് നിന്ന് നമുക്ക് എന്ത് ഫംഗ്ഷൻ നടത്തുന്നതിനും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പെർമിഷനൊന്നും വാങ്ങിക്കേണ്ട. അവിടെ എപ്പോഴും പോലീസും കാര്യങ്ങളൊക്കെ കാണും. ഭയങ്കര സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി മുമ്പോട്ട് നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു കടയിൽ നിന്ന് ചായയും പഴംപൊരിയും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. വടയും ഒക്കെ വാങ്ങിച്ചു. അതിനകത്ത് പഴംപൊരിയാണ് കേട്ടോ നമ്മുടെ അനുവിന് ഇഷ്ടം. അപ്പം അവൾ ഒരു പഴംപൊരി തിന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൊലിയോടുകൂടി പഴംപൊരി കഴിക്കുന്നത് ഇന്നതായി ഇപ്പോൾ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ അവൾ എൻ്റെ തൊലി ഞങ്ങൾക്കും അകത്തേക്കുന്ന പഴം അവക്കുമാണ് കേട്ടോ കണക്ക്. അപ്പം ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ കാറിൻ്റെ ഇടയ്ക്കൊക്കെ വന്നു. അപ്പോൾ അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുഞ്ഞിന് കഞ്ഞിയെല്ലാം കൊടുക്കണം. അപ്പോഴെന്താ ബർത്ത്ഡേയുടെ ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതുവരെ കേക്കൊന്നും മുറിച്ചില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നീട് അവർ നമുക്ക് കേക്ക് കൊണ്ടു തന്നു കേട്ടോ, ഞങ്ങളത് ചോദിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പം നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. ആർക്കും എപ്പോഴും ഒറ്റയ്ക്കോ നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഒക്കെ പോയിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ കഞ്ഞി കുടിച്ചു കൊണ്ടിരുന്ന സമയത്ത് അനുവിൻ്റെ കുറേ കാക്കകളൊക്കെ അവിടെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് കാക്കയ്ക്കൊക്കെ കൊടുത്ത സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് കേക്ക് കിട്ടിയത്. മാംഗോ ഫ്ലേവറിൻ്റെ കേക്കായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നു കഴിച്ചു കേട്ടോ. അതിനുശേഷം അന്നു കാക്കയെ പറ്റി ഒരു പാട്ടും പാടി കേട്ടോ. ഇതിനകത്ത് നോക്കി പാടിക്കത്. ഇതിനകത്തോട്ട് നോക്കി കുഞ്ഞ് കരയുന്ന കുഞ്ഞേ ഇങ്ങനെയല്ല പറ്റിക്കുന്നത്. എക്സ്പ്രഷൻ വന്നില്ല. അയ്യോ കാക്കേ.
ഇങ്ങനെ അന്നുവിനെ കൊണ്ട് നമ്മൾ പാടിക്കുന്നതിൽ ഒന്നും തോന്നണ്ട കേട്ടോ. കാരണം നമ്മൾ മക്കളെക്കാട്ടിയും ഒരുപാട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ കളിച്ചിരികളെല്ലാം നോക്കിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നു കൊച്ചുമക്കളെ ആയിരിക്കും കേട്ടോ. ഇത്രയും കെയറായിട്ട് എനിക്ക് തോന്നുന്നു സാറ് പോലും മക്കളെ ഒന്നും നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ കുഞ്ഞിലെ. കാരണം സാറിന് എപ്പോഴും തിരക്കായിരുന്നു അന്നൊക്കെ. അതുകൊണ്ട് മാത്രമല്ല എപ്പോഴും അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മളെപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ചിരിയും സന്തോഷവും എല്ലാം കാണാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പം അവരിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു പാട്ട് ഗാനമേളയാണ് കേട്ടോ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി പറ, അതാണ് അത് കാക്കയല്ലേ, ഇത് പറ, അതാണ് ഇങ്ങോട്ട് നോക്കി പറ, ഇത് മണ്ടു, അതാണ് ഇത് ഇങ്ങോട്ട് നോക്ക്, പോടി മണ്ടു, അതാണ് ഗാന്ധി. പറ, ഇത് ഗാന്ധിപ്പം കരയും പാവം, അത് പറഞ്ഞ അതാണ് ആരിലും കൊച്ചു കുട്ടികളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിനടുത്തേക്ക് വന്നു. കാറിനടുത്തേക്ക് വന്നപ്പോഴത്തേക്കും കാറിൻ്റെ ഡോറ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പം ഓപ്പൺ ആവുന്നില്ല, അതായത് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും ആ റിമോട്ടിൽ, പക്ഷേ റിമോട്ട് ഓപ്പൺ അത് പ്രവർത്തിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആ ഡിക്കി കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഡിക്കിയുടെ ഡോറ് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ സാറ് ഡിക്കി വഴി കയറി നമ്മളുടെ ഡോറുകളെല്ലാം തുറന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും വിയർത്തു പോയി കേസ് പറഞ്ഞു. ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ചും 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 ചും. നേരെ അങ്ങ് പോ, ഞാൻ പറയാം, നേരെ അങ്ങ് പോ ചേട്ടാന്ന് പറയാം. നേരെ വളകി അവിടെ മുട്ടും. ആ ഡയറക്ഷനാണ്, ഡയറക്ഷൻ കേസ്. മുട്ടലും സ്കൂട്ടറിന്റെ അടുക്കൊന്നും മുട്ടരുത്. എൻ്റെ കാറാണെന്ന് പറ, സൂക്ഷിച്ചു പോകാൻ പറ. ആരെ കാറാ അത്? അത് അപ്പം ഞങ്ങൾ അന്നുവിനുള്ള പാലും കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് അന്നുവിന് കൊടുത്തിട്ട് അണ്ണും പോവാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം കഞ്ഞിയെല്ലാം കുടിച്ചുകൊണ്ട് തന്നെ അന്നു അത് ഫുള്ള് കുടിച്ചില്ല കേട്ടോ. പിന്നെ പാല് കളയുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് ബാക്കി പാലും മൊത്തം ഞാനിങ്ങ് കുടിച്ചു ഗെയ്സ്. എനിക്കതിൽ വലിയ നാണക്കേടൊന്നുമില്ല, കാരണം ഞാനത് വീട്ടിൽ ചെയ്യുന്ന കാര്യമാണല്ലോ. അന്നു കുടിച്ചില്ലെങ്കിൽ അത് ഞാൻ കുടിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അത് കളയണ്ടേ. ഓക്കെ, പിന്നെ ഞങ്ങൾ എൻ്റെ ബാഗൊക്കെ എടുത്ത് ഞാനിപ്പം മുമ്പേ നടക്കുകയാണ്, അവർ പിറക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ എനിക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇവിടെയാണ് കേട്ടോ വന്നിരിക്കുന്നത്, പ്രചാരസഭ, ഹിന്ദി പ്രചാരസഭയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കളക്ഷനെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാറിട്ടേക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും ചോറ് പൊതിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ വന്നതാണ് അന്നുവിൻ്റെ പൊതി, എൻ്റെ ചോറ്, ചമ്മന്തി, മുട്ട. പക്ഷേ അന്നു വളരെ കുറച്ചേ കഴിച്ചുള്ളൂ ഗെയ്സ്. അപ്പോൾ ബാക്കി ഞാനാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം അന്നു അവിടെ അത്രയും ഓടി നടന്ന് കളിച്ചു കേട്ടോ. അപ്പം ഒരുപാട് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ടും വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് അന്നു ഭയങ്കര കളിയൊക്കെ കളിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പം നമ്മളതൊക്കെ വെച്ച് ഒന്ന് പുറത്തൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ മാറ്റി നല്ല സുന്ദരിയായി കേട്ടോ. അന്നു വിളിച്ചേ, അമ്മ എന്തിനാ പഠിക്കുന്നതെന്ന്, അമ്മ എന്തിനാ അവിടെ പോയത്, വരാൻ പറ. പെട്ടെന്ന് വന്നു, അമ്മയെ കണ്ടോ പറഞ്ഞില്ലല്ലോ നമ്മളത്. അതാ മുട്ട ചെയ്യുന്നതാ, അത് പറഞ്ഞേ അമ്മയെ എനിക്ക് കരഞ്ഞേ അമ്മയെ കണ്ടോളാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വന്ന് കീർത്തനയെ കാത്തിരിക്കുകയാണ്. അപ്പം ഏകദേശം 4 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അന്നുവിൻ്റെ അമ്മയെ. അന്നുവിന് അമ്മയെ കണ്ടോളാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത് ഗെയ്സ്. അപ്പോൾ ഇടയ്ക്ക് അന്നു കുറച്ച് കപ്പലിൻ്റെ മുട്ടായൊക്കെ തിന്നു കേട്ടോ. കപ്പലിൻ്റെ മുട്ടായി തിന്നുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗെയ്സ്. അപ്പം മണി ഏകദേശം 4:30 ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുഴഞ്ഞു ഗെയ്സ്. അപ്പോൾ സാറ് കിടക്കുകയാണ്. അപ്പോൾ അന്നുവും പോയി കിടക്കുകയാണ്. അപ്പോഴേക്കും കീർത്തനയുടെ വിളി വന്നു. എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. കീർത്തന വന്നു കഴിഞ്ഞു.
അപ്പം ഞങ്ങളിതാ തിരിച്ച് കൊല്ലത്തേക്ക് വരുന്ന ആ ഒരു വഴിയാണ്. അപ്പം ഞങ്ങൾ കണിയാപുരത്തൊരു ജ്യൂസ് കടയുണ്ട് കേട്ടോ, ഒരു ഷേക്ക് കട. അപ്പം അവിടെ ഞങ്ങൾ ഇറങ്ങി ഓരോ കരിക്ക് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ 50 രൂപയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷവർമ്മയും ഷേക്കും എല്ലാം ഓർഡർ ചെയ്തു. കരിക്കും ഷേക്കാണ് കേട്ടോ കുടിച്ചത്. അപ്പം അന്നുവിന് ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് വാങ്ങിച്ചത്. പണ്ട് അന്നു കൊല്ലത്തുനിന്ന് വാങ്ങിക്കുന്ന കരിക്ക് ഷേക്കൊക്കെ കുറച്ച് കുടിക്കുമായിരുന്നു കേട്ടോ, പക്ഷേ ഇത് അത്ര അങ്ങ് കുടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പല പല ടേസ്റ്റുകളല്ലേ കരിക്ക് ഷേക്ക് എന്നൊക്കെ പറഞ്ഞാലും. അപ്പം അത് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഷേക്കെല്ലാം കുടിച്ച് ക്ഷീണിച്ച് ഞാനും അന്നും കുഴഞ്ഞു മറിഞ്ഞതാ വീണ്ടും നമ്മളിതാ ഉറക്കത്തിലേക്ക് വീഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ അന്നു ഉറങ്ങി, ഞാനും ഉറങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.